കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇവരുടെ കാര്യം. നാട്ടിലാണെന്നുണ്ടെങ്കിൽ നിറച്ച് സൈക്കിളും വലിയ കാറും ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ കുഞ്ഞു ടോയ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. ചാച്ചൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ ടോയ്സ് ഒന്നും വാങ്ങാൻ പോണില്ല എന്നുള്ളത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ കളിക്കാനില്ല എന്നും പറഞ്ഞിട്ട് ഇതേ പാമ്പറിൻ്റെ പാക്കറ്റൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നാട്ടിലുള്ളപ്പോഴാണെന്നുണ്ടെങ്കിലോ അവന്മാർക്ക് ആ ടോയ്സ് ഒന്നും തിരിഞ്ഞൊന്നും പോലും നോക്കാറില്ലായിരുന്നു. എല്ലാവരും വർക്ക് ഏരിയയിൽ എടുത്ത് വെക്കേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പം ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോന്ന് അന്വേഷിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. അങ്ങനെ രാവിലെ അവന്മാരുടെ കുറച്ച് കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ ചിക്കൻ കറി ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല മീൻ കുടമ്പുളിക്ക് ഇട്ട് വറ്റിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറേ ടോ വന്നിട്ടുണ്ടായിരുന്നു. അത് കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ കുറച്ച് ടോ കൂടിയെന്ന്. അവസാനം ഞാൻ കണ്ടു നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കും മനസ്സിലായി ടോ ഇച്ചിരി കൂടുതലാണ്. എന്തായാലും ഞാൻ ആ ടോ കുറയ്ക്കാൻ നോക്കുന്നുണ്ട്. ഭയങ്കര ഓവറാണല്ലേ. എന്തായാലും ഓവറായത് കുറച്ചേക്കാം. ചാച്ചൻ ദേ വന്നിട്ടുണ്ട് കേട്ടോ. ഉച്ചയായി കഴിഞ്ഞപ്പോൾ ദേ അവന്മാരുടെ ഫേവറേറ്റ് ഐറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ആ സമയമായപ്പോഴത്തേക്കും എഴുതുമ്പോൾ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ കിട്ടിയത് ദേ ഡോണുവിനാണ്. ഡോണുവിൻ്റെ കയ്യിൽ നിന്ന് ചാച്ചന് നല്ലൊരു ബോണസായിട്ടൊരു ഉമ്മയും കിട്ടി കേട്ടോ. പിന്നെയും കേട്ടോ എനിക്ക് വയ്യ, ഇതെന്തായാലും മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ചാച്ചൻ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചാച്ചനൊരു ബിസ്ക്കറ്റിൻ്റെ ആരാധകനാണ് കേട്ടോ. ബിസ്ക്കറ്റ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ 50-50 അതേപോലെ ലിറ്റിൽ ഹാർട്ട്സ് ഒക്കെ ഉണ്ടല്ലോ. ലിറ്റിൽ ഹാർട്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചാച്ചൻ്റെ ഫേവറേറ്റാണ് 50-50. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ഏതമോനെ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പയും മക്കളും കൂടി ഇതേ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. പുറത്തേക്ക് പോകാനെന്നും പറഞ്ഞിട്ടാണ് ഇവരെ കൊണ്ടുപോകുന്നത്. സത്യത്തിൽ പോകുന്നത് നമ്മുടെ ബിൽഡിങ്ങിന് താഴെ കാർ പാർക്കിങ്ങിലേക്കാണ് കേട്ടോ. കാരണം കാറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചാച്ചൻ മൈക്ക് മറന്നുപോയി. അപ്പോൾ നമുക്കൊരു വ്ളോഗ് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ആ മൈക്ക് എടുക്കാൻ വേണ്ടി പോണ രംഗമാണ്. അങ്ങനെ അതൊക്കെ എടുത്ത് തിരിച്ച് വന്ന് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യണത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ചാച്ചൻ കൊണ്ടുവന്ന ബിസ്ക്കറ്റും ഞാൻ എടുത്ത് മുണുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡോൺ എന്തൊക്കെയോ അഭ്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. അവന് ആ സ്റ്റാൻഡിൽ കയറി ഇരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അവസാനം ഞാൻ സമ്മതിക്കാണ്ടായി കഴിഞ്ഞപ്പോൾ നിലത്ത് ഇങ്ങനെ മലന്നടിച്ച് കിടക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ എനിക്ക് പൊക്കോളും, മൈൻഡ് ചെയ്യാണ്ടിരുന്നാൽ മതി. ഇത് നമുക്ക് കണ്ട് ശീലമായിപ്പോയി. ഇതാണ് ഇവൻ്റെ സ്വഭാവം. എന്തെങ്കിലും നോ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തറയിൽ ഇങ്ങനെ മലന്നടിച്ച് അങ്ങ് കിടക്കും. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതേപോലെ കുഞ്ഞിപ്പുഴ എഴയുന്ന പോലെയൊക്കെ എഴയും. ഇതേപോലെ ഉണ്ടോ പിള്ളേർ നിങ്ങളുടെ വീട്ടിൽ? കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പാവം തോന്നി, ഞാൻ എടുത്തു കേട്ടോ. അപ്പം ഇനി മീൻകറിയൊക്കെ വറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മൾ ചാച്ചൻ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് നട്ടും ബോൾട്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ് ഇതിൻ്റെ എല്ലാവരും കൈവച്ചിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഹെൽപ്പിംഗ് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാം കണ്ടും കേട്ടും പഠിക്കുകയാണ് ഞാൻ. എന്തായാലും ഇന്നത്തെ ലഞ്ച് കുശാലായിട്ടുണ്ട്. അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് നമ്മുടെ നട്ടും ബോൾട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.